ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് നരസിംഹ ഭഗവാന്റെ പ്രണാമ മന്ത്രത്തോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. നരസിംഹ ഭഗവാന്റെ പ്രണാമ മന്ത്രാണ്. നമുക്ക് ഇത് ചൊല്ലിക്കൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാനിക്ക് ജയ്. ജയ നരസിംഹ, ശ്രീ നരസിംഹ, ജയ ജയ ശ്രീ നരസിംഹ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ശ്രീ നരസിംഹ ജയ നരസിംഹ, ജയ ജയ ശ്രീ നരസിംഹ. പ്രഹ്ലാദേശ ജയ പദ്മമുഖ പദ്മഭൃംഗ. സർവവിഘ്നവിനാശകായ നരസിംഹദേവ് ഭഗവാനിക്ക് ജയ്. നാരാഹരി की जय, भक्त प्रहलाद की जय, निताय गौर प्रमानंदे हरि हरि बोल. ഇപ്പോ നരസിംഹ ഭഗവാന്റെ അവതാരവും അവതാര ഉദ്ദേശവും ഭക്ത പ്രഹ്ലാദിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നരസിംഹ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലേക്കും പിന്നെ നമ്മുടെ നിത്യപൂജയിലേക്കും ആരാധനയിലേക്കും വന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് നടന്ന സംഭവമാണ്. മായാപൂരിലേക്ക് ഉഗ്ര നരസിംഹം വന്നതിന് പിന്നില് വളരെയധികം കാര്യങ്ങള് നമുക്ക് കാണാനുണ്ട്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ ആത്മതത്വദാസ് അധികാരി എന്ന പ്രഭു പറഞ്ഞ അനുഭവ കുറിപ്പുകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. 1984 മാർച്ച് 24-നാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി ഏകദേശം 12:30 സമയത്ത് 35ഓളം വരുന്ന കൊള്ളക്കാര് കയ്യില് വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ബോംബും മറ്റുള്ള ആയുധങ്ങളൊക്കെ ആയിട്ട് മായാപൂർ ചന്ദ്രോദയ മന്ദിരത്തിനെ ആക്രമിക്കാനായിട്ട് വന്നു. ഇതിനു മുൻപ് പല സമയത്തും ഈ മായാപൂരില് ഇതേപോലെയുള്ള കൊള്ളക്കാരുടെ ഒരു ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ സമയത്തൊക്കെ ഈ ഭക്തന്മാര് വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഈ കൊള്ളക്കാരെ കൊണ്ട്. അപ്പൊ ഇത്തവണയും ഈ കൊള്ളക്കാര് വളരെയധികം ആക്രമിക്കാനായിട്ടുള്ള പ്ലാനിങ്ങും എല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത്തവണ അവരുടെ പ്ലാൻ കുറച്ച് വ്യത്യാസമായിരുന്നു. കാരണം അവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് മായാപൂര് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ടിവിയിലും യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവിടെ പ്രഭുപാദരുടെ ഒരു വിഗ്രഹമുണ്ട്, ഡെയിലി പൂജ ചെയ്യുന്ന പ്രഭുപാദരുടെ ഒരു വിഗ്രഹമുണ്ട്. അത് കൂടാതെ രാധാറാണി. അപ്പോ രാധാറാണീനെയും ഈ പ്രഭുപാദരുടെ വിഗ്രഹത്തിനെ കടത്തിക്കൊണ്ടു പോകണമെന്നായിരുന്നു ഇവര് പ്ലാൻ ചെയ്തു വന്നിരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഭക്തന്മാർക്ക് വളരെയധികം വിഷമം അനുഭവപ്പെട്ടു. അപ്പൊ അവര് സർവശക്തിയും ഉപയോഗിച്ച് ഇതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. പക്ഷെ ഈ ഒരു സംഘടനത്തിലെ പല ഭക്തന്മാർക്കും അതുപോലെ തന്നെ കൊള്ളക്കാർക്കൊക്കെ പരിക്കുകൾ പറ്റി. കുറച്ച് കൊള്ളക്കാര് മരിച്ചു. അപ്പൊ അങ്ങനെ ഇവരുടെ ആ പ്ലാൻ അവർക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. അങ്ങനെ കൊള്ളക്കാര് നിരാശയോടെ ആ സ്ഥലം വിട്ടു. പക്ഷെ ഈ സംഭവം ഹരേ കൃഷ്ണ ഭക്തന്മാരെ വളരെയധികം വിഷമത്തിലാക്കി. അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു ഈ സംഭവം. അപ്പൊ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇവര് എല്ലാവരും കൂടി ചേർന്ന് ഒരു യോഗം നടത്തി. അപ്പൊ അതിൽ അവര് തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം വേണം. മാത്രമല്ല ഇത് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമായിരിക്കണം. ഇതെപ്പോഴും ഇതൊരു പ്രശ്നങ്ങളായിട്ട് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഭവാനന്ദ ദാസ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു, പ്രഭുപാദരുടെ ശിഷ്യനാണ്. അദ്ദേഹമാണ് ഇസ്കോൺ മായാപൂരിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ നരസിംഹ ഭഗവാനെ മായാപൂരിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനത്തില് എത്തിച്ചേർന്നു. അപ്പൊ ഇതേപോലെ പണ്ട് യോഗപീഠ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ജനന സ്ഥലമാണ് യോഗപീഠ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പൊ യോഗപീഠില് ഇതേപോലെ ഈ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായപ്പോ ഭക്തി വിനോദ താക്കൂറയും അദ്ദേഹത്തിന്റെ മകനാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി. ഈ ഭക്തി സിദ്ധാന്ത സരസ്വതിയാണ് പ്രഭുപാദരുടെ ഗുരു. അപ്പൊ ഇവര് അച്ഛനും മകനും
കൂടിയിട്ട് അവിടെ ലക്ഷ്മി നരസിംഹൻ ഭഗവാനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇവര് ഈ ഗുരുക്കന്മാര് രണ്ടുപേരും ലക്ഷ്മി നരസിംഹത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചു. തന്മൂലം അവിടെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ മാറുകയുണ്ടായി യോഗപീഠിലുള്ള. അപ്പൊ ഇത് ഓർത്തിട്ട് ഈ ഭവാനന്ദദാസ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, നമുക്കും ഇതേപോലെ മായാപൂരില് ഉഗ്ര നരസിംഹ ഭഗവാനെ കൊണ്ടുവരണം, അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പൊ അങ്ങനെ അവര് ഈ ഭവാനന്ദ ദാസന്റെ ഒരു തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞപ്പോ മറ്റുള്ള കുറച്ച് ഭക്തന്മാരൊക്കെ ഇതിനെ എതിർത്തു. കാരണം ഉഗ്ര നരസിംഹ രൂപാണ്, വളരെ ദേഷ്യഭാവത്തിലിരിക്കുന്നതാണ് ഉഗ്ര നരസിംഹം. അപ്പൊ ആ ഉഗ്ര നരസിംഹത്തിനെ പൂജിക്കണമെങ്കിലും ആരാധിക്കണമെങ്കിലും അതിന് തക്കതായിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ള ആൾക്കാർ വേണം. കാരണം നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കണം നരസിംഹ ഭഗവാന്റെ പൂജാരി. നരസിംഹ ഭഗവാന്റെ പൂജാരി നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബർത്ത് തൊട്ട്, അതായത് ജനനം മുതൽ അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരാള് വേണം. പിന്നെയോ പൂജകളും മറ്റും കർശനമായിട്ട് പാലിക്കണം, കാരണം ഉഗ്ര നരസിംഹ രൂപാണ്. അങ്ങനെയൊക്കെ ആരാണ് ഉള്ളത് എന്നൊക്കെയുള്ള ചിന്തകളിൽ ഇവര് ഇതിനെ കുറിച്ചിട്ട് പുറകോട്ട് പോവാനായിട്ട് തുടങ്ങി. പക്ഷെ ഈ സാഹചര്യത്തിലും ഭവാനന്ദദാസ് തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നരസിംഹ ഭഗവാനെ മായാപൂരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടർന്നു. ഇപ്പൊ ഭക്തി സിദ്ധാന്ത ദാസ് പ്രഭുവിനോടും ആത്മദത്ത പ്രഭുവിനോടും അതിനൊരു സ്കെച്ച് വരച്ചുണ്ടാക്കാൻ, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കാനായിട്ട് ഈ ഭവാനന്ദദാസ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഇവര് ഈ രൂപം സ്കെച്ച് വരയ്ക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇദ്ദേഹം കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അനുഭവപ്പെട്ട കുറെ കാര്യങ്ങള് ഈ ഭവാനന്ദദാസ വെളിപ്പെടുത്തുകയാണ്. കാരണം ഭഗവാന്റെ രൂപത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പൊ കാലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഭഗവാന്റെ രൂപം, കാലുകൾ വളഞ്ഞ് ഇങ്ങനെ ചാടാൻ തയ്യാറായിരിക്കുന്ന രൂപം വേണം. പിന്നെ അതേപോലെ ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്ന രൂപമായിരിക്കണം. പിന്നെ ഈ കൈവിരലുകൾ ഇങ്ങനെ വളഞ്ഞ്, അതായത് ഒരാളുടെ കഴുത്തിന് പിടിക്കാൻ പാകത്തിന് കൈവിരലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ മുഖത്തിന് ചുറ്റും നിന്നിട്ട് തീ വരുന്നത് പോലെ തോന്നണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഭവാനന്ദദാസ പറഞ്ഞത്. അതനുസരിച്ചിട്ടുള്ള ഒരു രൂപം ഈ ആത്മതത്വ പ്രഭുവും ഭക്തി സിദ്ധാന്ത ദാസ് പ്രഭുവും കൂടി വരച്ചു നൽകി. അപ്പൊ ഭക്തന്മാർക്കൊക്കെ ആ രൂപം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പങ്കജാംഗരി പ്രഭു എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരി ഈ ഒരു സേവനം, അതായത് നരസിംഹ ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് റെഡിയായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ പങ്കജാംഗരി പ്രഭു, ജനനിവാസ് പ്രഭു എന്ന് പറഞ്ഞ രണ്ട് ബ്രഹ്മചാരികളാണ് ഇപ്പോഴും മായാപൂര് നരസിംഹ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അവർ രണ്ടുപേരും അമേരിക്കക്കാരാണ്. അവര് പ്രഭുപാദരാണ് അവർക്ക് ഈ നരസിംഹ ഭഗവാന്റെ പൂജ പേഴ്സണലി ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ അവര് രണ്ടുപേരുമാണ് ഇപ്പോഴും ആ സമയം നോക്കുന്നുണ്ട്, പങ്കജാംഗരി പ്രഭു, ജനനിവാസ് പ്രഭു. അപ്പൊ അതില് പങ്കജാംഗരി പ്രഭു ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അങ്ങനെ നരസിംഹ ഭഗവാനെ ആരാധിക്കാനായിട്ട് അദ്ദേഹം സമ്മതിച്ചു. അപ്പോ ഈ രാധാപദദാസ എന്ന് പറയുന്ന ഒരു പണക്കാരനായിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടായിരുന്നു കൽക്കട്ടയിൽ. അപ്പൊ അദ്ദേഹം നരസിംഹ ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാനുള്ള ചെലവുകളെല്ലാം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെ ഈ ആത്മതത്വ പ്രഭു ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് പോവാണ്, തമിഴ്നാട്ടിലേക്ക് പോവാണ്. അപ്പോ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സ്ഥപതിനെ കണ്ടെത്തി. സ്ഥപതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കുക, പിന്നെ വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നത് കൂടാതെ അദ്ദേഹം അമ്പലങ്ങളൊക്കെ നിർമ്മിക്കാനും അമ്പലങ്ങളുടെ വാസ്തുശില്പങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യാനും കഴിവുള്ള ആളെയാണ് സ്ഥപതി എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വളരെ പ്രശസ്തനായ സ്ഥപതിനെ ഈ ആത്മദത്ത പ്രഭു കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഉഗ്ര നരസിംഹ രൂപത്തിനെ കുറിച്ചിട്ട് പറയണ സമയത്ത് ഇദ്ദേഹം കേട്ട മാത്രയിൽ തന്നെ അതിനെ നിരസിച്ചു. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഇങ്ങനെ ഉഗ്ര നരസിംഹം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിന്നീട് പല സ്ഥപതിമാരെയും അവിടെ സന്ദർശിച്ചെങ്കിലും ആരും ഇതിനൊന്നും തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും മായാപൂരിലേക്ക് തിരിച്ചു വന്നു. 6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും സ്ഥപതിനെ കാണാനായിട്ട് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് മായാപൂരിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് പോയി.
പക്ഷെ അദ്ദേഹത്തിന് നിരാശയായിരുന്നു, ആരെയും കാണാൻ പറ്റിയില്ല. അപ്പോ ഇതിന് ഇടയ്ക്ക് ഒരുപാട് തവണ ഇത് ഈ സമയത്തും പല തവണയായിട്ട് ഇദ്ദേഹം ഇങ്ങനെ യാത്ര തിരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിനും ഒരു ഫലം കണ്ടില്ല. അപ്പോ ഈ രാധാപാദദാസ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കൽ കൂടി, അയാളാണല്ലോ ഈ കാശ് മുടക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു തവണ കൂടി പോയിട്ട് ആദ്യം കണ്ട സ്ഥപതിനെ ഒന്ന് കണ്ടു നോക്കുക, എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ആത്മതത്വപ്രഭു വീണ്ടും പോകുകയാണ്. അപ്പോ ആ സമയത്ത് ഈ ആത്മതത്വപ്രഭുവിനെ ഈ സ്ഥപതി കണ്ട സമയത്ത് പക്ഷെ അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല. അതിന് പകരം അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാരണം ശാസ്ത്രത്തില് ഈ ശില്പശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഡേറ്റ് നിർമ്മിക്കുന്ന, വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സ്ഥപതി. അപ്പോ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഇങ്ങനെ ഈ ചാടാൻ തയ്യാറായിരിക്കുന്ന രൂപം, പിന്നെ ചുറ്റിനും തീ വരുന്ന രൂപം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിത്രം വരച്ചിട്ട് ഇവരെ കാണിക്കുകയാണ് ആത്മതത്വപ്രഭുവിനെ. അപ്പൊ ആത്മതത്വപ്രഭുവിനെ കാണിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യില് ഇവരെ ആദ്യം വരച്ച സ്കെച്ചും ഇതും സെയിം ചിത്രമാണ്. അപ്പോ ഈ സെയിം ചിത്രം വന്നിട്ടും പക്ഷെ ഇദ്ദേഹം ഈ സ്ഥപതി അതിന് തയ്യാറാവുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആ സ്കെച്ചുമായിട്ട് ആത്മതത്വപ്രഭു അപ്പൊ ഇയാള് വരച്ച സ്കെച്ചും കൊണ്ട് ആത്മതത്വപ്രഭു മായാപൂരിലേക്ക് എത്തി. അപ്പൊ മായാപൂരിലേക്ക് എത്തുന്ന സമയത്ത് ഈ രൂപം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ മതി നമുക്ക്, ഈ ഡേറ്റ് മതി, ഈ വിഗ്രഹം മതി എന്ന് എല്ലാരും ഒരേ സ്വരത്തില് പറഞ്ഞു. അപ്പോ എങ്ങനെയെങ്കിലും ഈ സ്ഥപതിനെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കണമല്ലോ ഇത് ചെയ്യാനായിട്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് വീണ്ടും ഈ ആത്മതത്വപ്രഭു മായാപൂരിൽ നിന്നിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പൊ ഇത്തവണ അദ്ദേഹം വേറെ എവിടെയും പോകാതെ സ്ഥപതിയുടെ, കാരണം ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്തു ഇയാള് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥപതിയുടെ വീട്ടിലേക്കാണ് ഇദ്ദേഹം ഡയറക്റ്റ്ലി പോകുന്നത്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ്ലി പോകുന്ന സമയത്ത് ഈ സ്ഥപതി ഇതിന് സമ്മതിക്കണേ, ഇയാൾ ഇതിന് തയ്യാറാവണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന നരസിംഹ ഭഗവാനോട് വഴിയിലുടനീളം അദ്ദേഹം ഈ ആത്മതത്വപ്രഭു നടത്തിക്കൊണ്ടാണ് പോണത്. അപ്പൊ അങ്ങനെ സ്ഥപതിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് സ്ഥപതിനെ അനുകൂലമായിട്ടൊരു മറുപടി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ സ്ഥപതിയുടെ വീട്ടിലെത്തിയപ്പോ ഒരു സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ആത്മതത്വപ്രഭുവിനെ കാത്തിരുന്നത്. അപ്പോ എന്തായിരുന്നു ആ വാർത്ത? ഈ വിഗ്രഹം നിർമ്മിക്കാനായിട്ട് ഈ സ്ഥപതി സമ്മതിച്ചു. അപ്പൊ എങ്ങനെയാണ് ഇയാള് ഈ വിഗ്രഹം നിർമ്മിക്കാൻ തയ്യാറായതെന്നുള്ള കാര്യങ്ങള് ഈ സ്ഥപതി വിവരിക്കുകയാണ്. അപ്പോ ഈ സ്ഥപതി അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള കാഞ്ചീപുരം മഠത്തിലെ ശങ്കരാചാര്യരെ കാണാനായിട്ട് ഒരു ദിവസം ചെന്നു. അപ്പൊ ഇങ്ങനെ സംസാര മധ്യത്തിൽ ഇങ്ങനെ ഉഗ്ര നരസിംഹ രൂപത്തിന് ആവശ്യപ്പെട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞപ്പോ ഈ ഗുരു കേട്ടപ്പോ തന്നെ അതിനെ നിരസിച്ചു. നീ ഒരിക്കലും അത് ചെയ്യരുത്, അത് വേണ്ട, അത് അപകടമാണെന്ന് പറഞ്ഞു. അപ്പം കുറച്ചു നേരം നിന്റെ ഫാമിലിയെ, നിന്റെ കുടുംബത്തിന് ഇത് നശിപ്പിക്കും, നീ ഇതൊരിക്കലും ചെയ്യരുതെന്ന് ഈ ഗുരു പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കുറെ നേരം നിശബ്ദനായിരുന്നിട്ട് ഉടനെ തന്നെ ചോദിച്ചു, ആരാണ് നിന്നെ ഇത് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നവദ്വീപിലുള്ള ഹരേ കൃഷ്ണ ആൾക്കാരാണ് എന്നെ ഇതിന് സമീപിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഈ ഹരേ കൃഷ്ണ ആൾക്കാര് വളരെ ഉത്സാഹത്തോടെ ഇരിക്കുകയാണ്. അവർക്ക് ഇത് തന്നെ മതി, ഈ ഉഗ്രരൂപം തന്നെ മതി എന്നാണ് അവരെപ്പോഴും വന്നിട്ട് പറയണത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വീണ്ടും ഈ ചോദിക്കുകയാണ് ഈ സ്ഥപതി. അപ്പോ ഈ ഗുരു ചോദിക്കുകയാണ്, അവർക്ക് ഉഗ്രരൂപം തന്നെയാണോ വേണ്ടത്, നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അപ്പോ ഈ നേരത്തെ വരച്ച ഔട്ട്ലൈൻ പിക്ചർ ഈ സ്ഥപതി ഈ ഗുരുവിനെ കാണിക്കുകയാണ്. അപ്പൊ അത് കണ്ട സമയത്ത് ഈ ഗുരു പറഞ്ഞു, ഇത് ഉഗ്ര നരസിംഹാണ്, ഇത് സ്ഥാണു നരസിംഹാണ്. കാരണം പില്ലറിന്ന് ഇങ്ങനെ ചാടാൻ റെഡി ആയിട്ടിരിക്കണം. കാരണം ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദേഷ്യത്തിലാണ് ഭഗവാൻ ആ രൂപത്തിൽ ഇരിക്കുന്നതല്ലോ. അപ്പൊ അത്രയും ദേഷ്യമുണ്ട് മുഖത്ത്. അപ്പോ ഇത് ഒരിക്കലും ഇത് നിർമ്മിക്കരുത്, ഇത് ആരാധിക്കാനും പാടില്ല. കാരണം ഈവൻ ദേവന്മാര് പോലും പൂജിക്കാൻ മടിക്കുന്ന രൂപമാണ് ഇതെന്ന് പറയും. കാരണം ഈ ഹിരണ്യകശിപുവിനെ വധിച്ച സമയത്ത് ഭയങ്കര ഫിറോഷ്യസ് ആയിരുന്നു നരസിംഹ ഭഗവാൻ. ദേഷ്യം കൊണ്ട് ഇങ്ങനെ ആകെ വിറച്ചിരിക്കുന്ന സമയത്ത് ഈവൻ ലക്ഷ്മി ദേവി പോലും ഭഗവാന്റെ അടുത്തേക്ക് പോയില്ല. ബ്രഹ്മദേവന് പേടിയായി ഈ രൂപം കണ്ടപ്പോ. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, നീ ദേവി ചെല്ല് എന്ന് പറയും.
അപ്പൊ ലക്ഷ്മി ദേവി പറയും, അയ്യോ ഇതെന്റെ ഭർത്താവല്ല, ഞാൻ പോവില്ല എന്ന് പറയും. ഇതെന്റെ ഭർത്താവല്ല, ഞാൻ ഇന്ന് വരെ കണ്ട ആളല്ല ഇത്, ഞാൻ പോവില്ല എന്ന് പറയും. അങ്ങനെ ബ്രഹ്മാവ് ശിവനോട് പറയും ആരും പോവില്ല. അങ്ങനെ ലാസ്റ്റ് ആണ് പ്രഹ്ലാദനോട് പറയണേ. അപ്പൊ ഭക്തപ്രഹ്ലാദ് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഭക്തപ്രഹ്ലാദിന്റെ അടുത്ത് ഒരു മാല കൊടുത്തിട്ട് പറയും, നീ പോയിട്ട് ഭഗവാനെ എന്തെങ്കിലും കാണിച്ച് അനുനയിപ്പിക്കാൻ പറയും. അങ്ങനെ ഭക്തപ്രഹ്ലാദനാണ് പോയിട്ട് മാല ഇട്ടിട്ട് ഭഗവാനെ ഇങ്ങനെ ശാന്ത സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നരസിംഹ ഭഗവാൻ ഭക്തപ്രഹ്ലാദനെ തന്റെ മടിയിലേക്ക് എടുത്തിരുത്തുകയാണ്. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ശാന്തനായത്. അപ്പൊ അതുകൊണ്ട് ഈ ഗുരു പറയാണ്, ഇത് ഉഗ്ര നരസിംഹാണ്, ഒരിക്കലും ഇതിനെ ആരാധിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഇത് വളരെ ഇത് ഒത്തിരി പ്രശ്നങ്ങളുള്ള, അതുകൊണ്ടാണ് നീ ഇതിനെ പറ്റിയിട്ട് നീ ചിന്തിക്കണ്ട, നീ ഇതിനെ ശ്രമിക്കുകയും വേണ്ട, ഇതിന് വേണ്ട അതിന്റെ റീസൺ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ നിന്നോട് പിന്നീട് പറയാന്നും പറഞ്ഞ് ഈ ഗുരു ഈ സ്ഥപതിനെ പറഞ്ഞയക്കാണ്. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ സ്ഥപതിക്ക് ഒരു സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടാവും. ഗുരു വന്നിട്ട്, ഈ ശങ്കരാചാര്യർ ഗുരു വന്നിട്ട് പറയാണ്, ഇങ്ങനെ നീ അത് ആ ഡേറ്റ്, ആ വിഗ്രഹം നീ നിർമ്മിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്. പിറ്റേ ദിവസം രാവിലെ ഒരാള് മുഖാന്തരം ഒരു കത്ത് കൊടുത്തു വിട്ടു ഈ ഗുരു. അപ്പൊ ആ കത്തിൽ എഴുതിയിരുന്നത് അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങള്, റിനോവേഷൻ നടത്തുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. പക്ഷെ അതിന് താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ ആൾക്കാര് പറഞ്ഞതനുസരിച്ച് നീ ഉഗ്ര നരസിംഹ രൂപം നിർമ്മിച്ചു കൊടുക്കണം എന്നൊരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വായിച്ച സമയത്ത് സ്ഥപതിക്ക് വളരെയധികം സന്തോഷമായി. അപ്പൊ ഈ ആത്മദത്ത പ്രഭു തിരിച്ചു പോയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ കത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ആത്മദത്ത പ്രഭുവിന് വളരെ സന്തോഷമായി. അങ്ങനെ ശുഭവാർത്തയുമായിട്ട്, അപ്പൊ ഇനി എത്ര താമസം എടുക്കും ഈ ഡേറ്റ് വരാനെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഉറപ്പ് കൊടുത്തു സ്ഥപതി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഈ ആത്മദത്ത പ്രഭു മായാപ്പൂരിലേക്ക് പോവാണ്. അവിടെ പോയിരുന്നിട്ട് അദ്ദേഹത്തിനൊരു സമാധാനമില്ല. കാരണം ഉഗ്ര നരസിംഹന് വരണമല്ലോ, മായാപ്പൂരിലേക്ക് വരണം. അപ്പൊ അതിനുവേണ്ടി എല്ലാരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആ സമയത്ത് ഏകദേശം 4 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ അവിടെ ഇരുന്നിട്ട് സമാധാനം ഇല്ലാണ്ട് വീണ്ടും ആത്മതത്വ പ്രഭു ഈ സ്ഥപതിനെ കാണാനായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം വഴിയിലുള്ള യാത്രാമധ്യയൊക്കെ ചിന്തിക്കുന്നത്, എങ്ങനെ നരസിംഹ ഭഗവാനെ കൊണ്ടുവരണം, എങ്ങനെ പൂജിക്കണം, എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ ആരാധന രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് 100 കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ഈ സ്ഥപതിയുടെ മുന്നിലെത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ സ്ഥപതി ചോദിക്കാണ്, ഏത് വിഗ്രഹം, എന്തിനെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കണേന്ന് ചോദിക്കും. അപ്പൊ പെട്ടെന്ന് ആത്മതത്വ പ്രഭുവിന് എന്തോ പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു. അപ്പൊ അങ്ങനെ പറയും, അപ്പൊ നരസിംഹം രൂപം എന്താ പറയാ, എനിക്കിതൊരു കല്ല് പോലും കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ രൂപം ഉണ്ടാക്കും എന്ന് പറയും. അപ്പൊ അത് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം 4 മാസങ്ങൾ കഴിഞ്ഞു ഓൾറെഡി. 6 മാസം ആകുമ്പോഴത്തേക്കും വിഗ്രഹം തരാന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം പറയാണ് കല്ല് പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ ആത്മദത്ത പ്രഭു പറയും, നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നതല്ലേ 6 മാസത്തിന് ശേഷം ഭഗവാനെ കിട്ടും എന്ന് പറഞ്ഞല്ലേ എന്ന്. അപ്പൊ ഇയാള് ചോദിക്കാണ്, ഞാൻ അതിനൊരു ഗ്രൈൻഡിങ്, ഒരു ആട്ടുകല്ലൊന്നുമല്ലല്ലോ ഞാൻ ഉണ്ടാക്കണത്, ഭഗവാനെ അല്ലേ ഉണ്ടാക്കണേ. അപ്പൊ ഭഗവാനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് അതേപോലത്തെ ഉള്ള കല്ല് കിട്ടണ്ടേന്ന് ചോദിക്കും. അപ്പൊ ആട്ടുകല്ലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രയാസമില്ല, ഏതെങ്കിലും ഒരു കല്ലെടുത്ത് കൊണ്ട് കൊത്തി ഉണ്ടാക്കാം. പക്ഷെ ഭഗവാൻ അങ്ങനെ നിർമ്മിക്കാൻ പറ്റില്ല. ഇത് വിഷ്ണുവിന്റെ രൂപം കൊത്തണമെങ്കിൽ അതിനൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഈ ആത്മദത്ത പ്രഭു ചോദിക്കുന്ന സമയത്ത് ഈ സ്ഥപതി പറയാണ്, നമ്മള് പണ്ട് പെരുന്തച്ഛന്റെ സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലേ, കല്ലിൽ നിന്ന് സപ്തസ്വരങ്ങൾ വരണം അല്ലെ. പെരുന്തച്ഛൻ ഓരോ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് പറയണ്ടേ, കല്ലിൽ നിന്ന് സപ്തസ്വരങ്ങൾ കേൾക്കണം. അത് തന്നെയാണ് ഇവിടെ സ്ഥപതിയും പറയുന്നത്. സപ്തസ്വരങ്ങൾ കേൾക്കുന്ന കല്ലാണ് ജീവനുള്ള കല്ലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഓക്കെ, അങ്ങനത്തെ കല്ല് മതി. പക്ഷെ ഈ രൂപം, ഈ നരസിംഹ രൂപം കൊത്തണമെങ്കിൽ ഇനിയും ഒരു കടമ്പ കൂടി കടക്കണം എന്ന് പറയാണ്. അപ്പൊ അതെന്താന്ന് ചോദിക്കുമ്പോ പറയാണ്, ഈ ഇത് ഭയങ്കര ഗ്രാനൈറ്റിന്റെ സ്റ്റോൺ ആണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു പ്രാണി ഉണ്ട് അത്ര, ഒരു വണ്ടിനെ പോലെ ഇരിക്കുന്ന ഒരു ചെറിയ പ്രാണി. അത് കഴിക്കുന്നത് ഈ ഗ്രാനൈറ്റ് ആണ്. ഈ ഗ്രാനൈറ്റ് അതിങ്ങനെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ആ ഗ്രാനൈറ്റ് ഒരു വശത്ത് നിന്ന് ഈ പ്രാണി ഈ ഗ്രാനൈറ്റ് തിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോ അതിന്റെ ആ മാർക്ക് ആ കല്ലിൽ ഉണ്ടാവുന്നു, അതിന്റെ സഞ്ചാരപാത. അപ്പൊ അങ്ങനെയുള്ള കല്ലാണ്, അതായത് ജീവനുള്ള ഗ്രാനൈറ്റ് എന്ന് തെരഞ്ഞെടുക്കുന്നത് അതാത്ര. അപ്പൊ അതാണ് ഒരു വലിയൊരു സൈൻ ആയിട്ട്, രണ്ടാമത്തെ ഒരു ടെസ്റ്റിംഗ് പോയിന്റ് അതാണ്. അപ്പൊ
വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മള് സാലഗ്രാം ശിലേനെ പറ്റി കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സാലഗ്രാം ശില. അതിന്റെ സ്റ്റോറി നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ആ സാലഗ്രാം ശിലയില് ഒരു കറുത്ത കല്ലാണത്. അപ്പൊ ആ കറുത്ത കല്ല് അത് കാണപ്പെടുന്നത് നേപ്പാളിലെ ഖണ്ഡകി റിവറിലാണ്. അവിടെയുള്ള കല്ലിലാണ് ഈ സാലഗ്രാം ശില ഉള്ളത്. ആ പുഴയിൽ നിന്നെടുക്കുന്ന കല്ലിലൊക്കെ ഈ ഭഗവാന്റെ രൂപങ്ങളുണ്ട്. അതായത് നരസിംഹ ഭഗവാന്റെ രൂപം, ശംഖ് ചക്ര ഗദാ പത്മം, അങ്ങനെയുള്ള കല്ലുകളാണ്, രൂപങ്ങളുള്ള കല്ലുകളാണ്. അത് ഉണ്ടാക്കുന്നതും ഒരു പ്രാണി അത്ര. ഈ ഒരു വണ്ട് പോലെയുള്ള പ്രാണി അതിനകത്ത് ഇങ്ങനെ ഇതിങ്ങനെ ഈ ഒരു രൂപങ്ങൾ, ഈ ശംഖ് ചക്ര ഗദാ പത്മത്തിന്റെ രൂപങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിയെടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ അത് ഗണ്ഡകി റിവറിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അത് സാലഗ്രാം ശിലയാണ്. എല്ലാം സാലഗ്രാം ശിലയെല്ലാം വിഷ്ണുവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇനി കാർത്തിക മാസത്തില് തുളസി കല്യാണം വരുന്നു, ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഈ ഒരു വണ്ടും കൂടിയുള്ള രൂപം വേണം, ആ കല്ല് വേണം ഇങ്ങനെ ശില കൊത്തിയെടുക്കാനും ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാനും ഈ സ്ഥപതി പറയാണ്. അപ്പൊ അതൊന്നും പെട്ടെന്ന് സാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഈ സ്ഥപതിയുടെ മറുപടി കേട്ടപ്പോ ആത്മതത്വ പ്രഭുവിന് വീണ്ടും ഉള്ള പ്രതീക്ഷ ഇവിടെ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എങ്ങനെ ആ കല്ലുകളൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇദ്ദേഹം വീണ്ടും അവിടെ നിന്ന് മായാപൂരിലേക്ക് പോവാണ്. അപ്പൊ കുറെ സമയം കഴിഞ്ഞപ്പോ, കുറെ നാള് കഴിഞ്ഞ് വീണ്ടും 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ആത്മതത്വ പ്രഭു വീണ്ടും വരികയാണ് ഈ സ്ഥപതിനെ കാണാനായിട്ട്. ആ സമയത്ത് കല്ല് കിട്ടിയിട്ട് അതിൽ അവര് ഔട്ട്ലൈൻ ഒക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഔട്ട്ലൈൻ വരച്ച് ആ രൂപമൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു 6 മാസങ്ങൾക്ക് ശേഷം, അപ്പൊ കുറെ പണിക്കാര് വേണം, അപ്പൊ അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം ഇത് റെഡിയാക്കാം എന്ന് പറഞ്ഞ ഉറപ്പില് ആത്മതത്വ പ്രഭുവിനെ ഇയാള് വീണ്ടും പറഞ്ഞയക്കാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളം എടുത്തു ഈ ഒരു ഡേറ്റ് തയ്യാറായിട്ട് വരാനായിട്ട്. അപ്പൊ ഈ ഡേറ്റ് തയ്യാറായിട്ട് വരുന്ന സമയത്ത് ഈ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോ, എല്ലാം കൊത്തി റെഡിയാക്കി കഴിഞ്ഞപ്പോ ഈ സ്ഥപതി എന്ത് ചെയ്തു, കുറച്ച് അപ്പൊ തന്നെ ഈ മായാപൂരിലേക്ക് ഫോൺ ചെയ്തൊന്നും പറഞ്ഞില്ല റെഡി ആയിട്ടുണ്ടെന്നൊന്നും. സ്ഥപതി എന്ത് ചെയ്തു, ഇത്രയും നാള് വർക്ക് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഭഗവാൻ ഒരു ഷെഡിലാണല്ലോ ഇവർ ഉണ്ടാക്കിയെടുക്കണേ. അപ്പൊ ആ ഷെഡിലൊക്കെ വെച്ച് ലോക്ക് ചെയ്തിട്ട് ഇയാള് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ വേറെ സ്ഥലത്തേക്ക് പോയി. അയാളുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് കുറച്ച് സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോ അതൊരു മഴക്കാലമായിരുന്നു, മൺസൂൺ സമയമായിരുന്നു, ഭയങ്കര കോരിച്ചൊരിയണ മഴയാണ്. അപ്പൊ പെട്ടെന്ന് രാത്രിയായ സമയത്ത് ഇയാളുടെ അയൽവാസികള് ഇയാളെ അന്വേഷിച്ച് ഓടി വരികയാണ്. ഓടി വന്നിട്ട് പറയും, ഭയങ്കര കോരിച്ചൊരിയണ മഴയാണ്, ആ മഴയത്ത് ഈ ഷെഡ് കത്തുവാണ് നിന്നിട്ട്, ഈ ഭഗവാൻ ഇരിക്കുന്ന ഷെഡ് ഇങ്ങനെ കത്തുവാണ്. അപ്പൊ ഇവര് ഇയാളെ സ്ഥപതി ഓടി വന്ന് നോക്കുമ്പോ ഭഗവാനൊന്നും സംഭവിച്ചിട്ടില്ല, ഷെഡ് മൊത്തം കത്തിപ്പോയി. അപ്പൊ ഇയാൾക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് ഇയാൾ ഉടനെ തന്നെ മായാപൂരിലേക്ക് ഫോൺ ചെയ്തിട്ട് പറയും, നിങ്ങളുടെ ഭഗവാനെ റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളണം, അദ്ദേഹം ഇവിടുന്ന് പുറപ്പെടാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണെന്ന് പറയും. അങ്ങനെ ഇവര് മായാപൂരിൽ നിന്ന് വരികയാണ് ഭഗവാനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിന് മുൻപായിട്ട് ഈ സ്ഥപതി ഇപ്പൊ ഇങ്ങനെ കൊത്തിയെടുക്കാന്ന് പറഞ്ഞ സമയത്ത് ഇവര് പറയും, ഞങ്ങള് പറയാൻ മറന്നുപോയതാണ്, ഭക്തപ്രഹ്ലാദനെയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഈ കൂടത്തിൽ ഉണ്ടാക്കി തരണം എന്ന് പറയണം. അപ്പൊ ഈ സ്ഥപതി പറയാണ്, ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കണത്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഈ നരസിംഹ ഭഗവാന്റെ രൂപത്തിന് തന്നെ 4 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പൊ 4 ഫീറ്റ് ഹൈറ്റ് ഉള്ളിടത്ത്, അത്രയും വലിയ രൂപത്തിന്റെ അടുത്ത് ഈ ഭക്തപ്രഹ്ലാദനെ കൊണ്ടുവയ്ക്കുമ്പോ അത് അമീബേനെ പോലെ ചെറുതായിട്ടിരിക്കും എന്ന് പറയും. അപ്പൊ അത്രയേ ഉള്ളൂ, നിങ്ങൾ എന്താ വിചാരിക്കണതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇങ്ങനെ അവര് തർക്കിച്ച് ഇങ്ങനെ അവസാനം ഇയാള് ഭക്തപ്രഹ്ലാദനെ ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കണം. അപ്പൊ അങ്ങനെ സമ്മതിച്ച് അപ്പൊ ഇങ്ങനെ ഇനിയും കുറെ ദിവസങ്ങളും കൂടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മായാപൂരിലേക്ക് ഈ ആത്മതത്വ പ്രഭുവിനെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഷെഡ് കത്തിപ്പോയ സമയത്ത് പെട്ടെന്ന് ഇവര് വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ കൊണ്ടുപോയിക്കോളാൻ പറയാണ്. അപ്പൊ ആത്മതത്വ പ്രഭു വളരെ ഉത്സാഹത്തോടെ മായാപൂരിൽ നിന്ന് ട്രക്കൊക്കെ വിളിച്ചിട്ട് ആ ട്രക്കിൽ 3/4 ഭാഗവും മണ്ണും കൊണ്ടൊക്കെ ഫില്ല് ചെയ്തു. കാരണം ഭഗവാന്റെ ഡേറ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഷെയ്ക്ക് ആവാണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ ആത്മതത്വ പ്രഭു പോവാണ് ലോറിയായിട്ട്. അപ്പൊ ഈ സ്ഥപതിയുടെ വീട്ടിൽ ചെന്നു. ഈ വിഗ്രഹമൊക്കെ വളരെ ഈസി ആയിട്ട് എടുത്തോണ്ട് പോരാന്നാണ് ഇവരൊക്കെ വിചാരിക്കണേ. പക്ഷെ ഭഗവാന്
ഭഗവാന്റേതായ ഒരു വെയിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഇവര് ഈ ഭഗവാനെ പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഭഗവാന്റെ വെയിറ്റ് 1 ടണ്ണാണ്. അത്രയും ഭാരമുള്ള വിഗ്രഹമാണ് അവിടെ ഇരിക്കണത്. അപ്പൊ ഇവർക്ക് വിചാരിച്ച പോലെ ഒന്നും എടുത്തു വെക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് അപ്പൊ ഇവര് യാദവദത്ത പ്രഭുവാണ്. ഞാൻ എന്റെ പൊട്ട ബുദ്ധിയിൽ വിചാരിച്ചു ഭഗവാനെ എളുപ്പത്തിൽ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാന്റെ ആ സ്വരൂപം കാണിക്കുകയാണ്. അപ്പൊ 1 ടൺ വെയിറ്റ് ഉള്ള രൂപമാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ 3-4 മണിക്കൂറത്തെ ശ്രമഫലമായിട്ട് എടുത്ത് ലോറിയിലേക്ക് വെച്ചു ഭഗവാനെ. പിന്നീട് വീണ്ടും കടമ്പകൾ കടക്കണം. കാരണം ഇത് ബോർഡർ താണ്ടി പോണം. പല പല പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും അങ്ങനെ പലരും സൈൻ ചെയ്ത പേപ്പറുകളൊക്കെ ആവശ്യമാണ്. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു. അപ്പൊ ഓരോ പേപ്പർ സൈൻ ചെയ്യുന്നതിന് മുൻപും ഈ അധികാരികൾക്കെല്ലാം ഈ ഭഗവാന്റെ രൂപം കാണണം എന്ന് പറയും. അപ്പൊ ഇവര് രൂപനെ എന്തൊക്കെ കൊണ്ടുപോകണേന്ന് അറിയണ്ടേ. അപ്പൊ അങ്ങനെ രൂപം കാണിക്കുന്ന സമയത്ത് ഇവര് വളരെയധികം ഭയങ്കരമായിട്ട് ഇവർക്ക് ചേഞ്ചസ് വന്നിട്ട് ഒരു വേഗം തന്നെ പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പേപ്പറൊക്കെ റെഡിയായി ഭഗവാനെ മായാപൂരിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോ ആ മായാപൂരിലേക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ ഓഫീസർമാരും ഈ നരസിംഹ ഭഗവാന്റെ രൂപത്തിനെ കണ്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഇവര് ഈ മായാപൂരിലേക്ക് ഭഗവാനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഭഗവാനെ കൊണ്ടുവന്നിട്ട് പ്രാണപ്രതിഷ്ഠ ചെയ്യണം. പിന്നെ നേത്ര ഉന്മീലനം എന്നുള്ള പരിപാടി ഉണ്ട്. കാരണം ഈ ഭഗവാന്റെ കണ്ണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കും. അപ്പൊ കണ്ണ് കെട്ടിവെച്ചിട്ട് അത് തുറക്കുന്നത് നേത്ര ഉന്മീലനം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയിലാണ്. അപ്പൊ ആ സമയത്താണ് ആക്ച്വലി ഭഗവാന്റെ കണ്ണുകള് ഓപ്പൺ ആക്കുന്നത്. അതുവരെ ഒരു വെള്ള തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കും. ഈ ഗാന്ധാരിയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നേത്ര ഉന്മീലനമൊക്കെ ആ സ്ഥപതി ചെയ്തു വെച്ചു. അത് മാത്രമല്ല പ്രാണപ്രതിഷ്ഠയും ചെയ്തു. കാരണം പ്രാണപ്രതിഷ്ഠയ്ക്കൊക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോ അതെല്ലാം ഓൾറെഡി ഈ സ്ഥപതി ചെയ്തു വെച്ചിരുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കൊരു ജീവനുള്ള ഒരു രൂപമായിട്ട് ഈ ഓഫീസർമാരൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു ചേഞ്ചസ് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നീട് പൂജകളൊന്നും ഇങ്ങനെ പ്രാണപ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവരങ്ങനെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പൊ ഇവര് ഈ ആത്മദത്ത പ്രഭു പറയാണ്, ഇതാണ് ഭഗവാന്റെ ഒറിജിനൽ രൂപം, ഇതാണ് സ്ഥപതി നിർമ്മിച്ചു കൊടുത്ത രൂപം, ഇതാണ് മാർബിളില് കുത്തിയെടുത്ത രൂപം. അപ്പൊ ഇതിന്റെ പുറകിൽ നിന്ന് തീ വരുന്നത് പോലെ കാണാനായിട്ടാണ് ഇവിടെ ഈ പുറകിൽ പ്ലേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ പേപ്പറൊക്കെ ഇത്രയ്ക്ക് പെട്ടെന്ന് മൂവ് ചെയ്തത്. കാരണം ഇതൊരു ജീവനുള്ള ഒരു ഫുൾ എഫ്ലിജൻസിലാണ് ഭഗവാൻ ആ രൂപത്തിലെ വിഗ്രഹത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് പറയാണ്, അപ്പൊ ഈ ഭഗവാനെ കാണുമ്പോ ആർക്കാണ് നോ എന്ന് പറയാൻ തോന്നണേന്ന്. അതുകൊണ്ട് അവര് എല്ലാ പേപ്പറും ഇങ്ങനെ സൈൻ ചെയ്ത് വേഗം ഭഗവാനെ മായാപൂരിലേക്ക് എത്തിച്ചു. അപ്പൊ 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ജൂലൈ 1986 നരസിംഹ ഭഗവാന് മായാപൂരിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ആ ഇൻസ്റ്റലേഷൻ, അത് ആ ഒരു വിഗ്രഹ പ്രതിഷ്ഠ വളരെ സിമ്പിൾ ആയിട്ടാണ് കൊണ്ടാടിയത്. അപ്പൊ എല്ലാവർക്കും വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് പ്രഭു ഇതിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ നരസിംഹ ഭഗവാനെ മായാപൂർ ചന്ദ്രോദയ മന്ദിരത്തിന്റെയും മുഴുവൻ സങ്കീർത്തനം പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ മായാപൂരിലെ ഭഗവാനെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോ ഇങ്ങനെയാണ് മായാപൂരിലേക്ക് ഭഗവാൻ വന്നത്. ഇതാണ് ഉഗ്ര നരസിംഹ രൂപം. ഇതില് കണ്ടോ താഴെ ഈ ഇവിടെ ഒരു രൂപത്തില് ഭക്തപ്രഹ്ലാദ് വേറൊരു മാലയിട്ട് ചെറുതായിട്ട് ഇരിക്കുന്നുണ്ടോ, അതാണ് ഭക്തപ്രഹ്ലാദ്. അപ്പൊ ഇവര് രണ്ടുപേരെയും വെച്ചിട്ടാണ് നമ്മള് മായാപൂരില് അഭിഷേകം ചെയ്യുമ്പോഴും ആരതി ചെയ്യുമ്പോഴും എല്ലാം ഇവർക്ക് രണ്ടുപേർക്കും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നരസിംഹ ഭഗവാൻ. അപ്പൊ നരസിംഹ ഭഗവാനെ മായാപൂരില് നമ്മള് ആരാധിക്കുന്നത്
തുളസിയും അതുപോലെയുള്ള താമരപ്പൂവ്, നെയ്വിളക്ക് അങ്ങനെയുള്ളതൊക്കെ കാണിച്ചിട്ടാണ്. അപ്പൊ ഇനി മായാപൂരിലെ 1-2 പാസ്റ്റ് ടൈംസ് ഞാൻ പറയാം. ഈ നരസിംഹ ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് നടന്നത് പറയാം. ഇതൊക്കെ ഈ പാസ്റ്റ് ടൈംസ് ഒക്കെ ഈ പങ്കജാംഗരി പ്രഭു പറഞ്ഞതാണ് കേട്ടോ. പങ്കജാംഗരി പ്രഭു ആണ് നരസിംഹ ഭഗവാന്റെ പൂജാരി. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പാസ്റ്റ് ടൈംസ്, ഭഗവാന്റെ ലീലകളാണ് ഇതെല്ലാം. അപ്പൊ ഒരു ദിവസം നരസിംഹ ഭഗവാന്റെ പൂജ യഥാവിധി നടന്നുകൊണ്ട് പോവാണ്. പതിവ് പോലെ എല്ലാ കാര്യങ്ങളും നടന്നു പോണതിന്റെ സമയത്ത് പെട്ടെന്ന് ഈ നരസിംഹ ഭഗവാന്റെ ദേഹത്ത് നിന്നിട്ട് ഒരു പൂ താഴത്തേക്ക് വീണു. ഒരു പൂ താഴേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് അപ്പൊ ഈ പൂജാരിക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിട്ട് പൂജാരി ചോദിക്കാണ്, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും സ്പെഷ്യൽ പ്രെയർ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കാണ്. കാരണം ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കാണ്, നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ പ്രെയർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന ചെയ്തോന്ന് ചോദിക്കാണ്. അപ്പൊ ആരും അതിനൊന്നും മറുപടി പറയണില്ല. പക്ഷെ കുറച്ചു നേരം വീണ്ടും ചോദിക്കുമ്പോ പുറകിൽ നിന്നിട്ട് ഒരു മാതാജി ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അപ്പൊ അവര് പറയാണ്, അപ്പൊ ഇവരിങ്ങനെ കരഞ്ഞോണ്ട് പറയാണ്, എന്റെ മകള് കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി, കുട്ടികളൊന്നുമില്ല. അപ്പൊ അവളങ്ങനെ അവളുടെ ഭർതൃഗൃഹത്തിൽ അവൾക്ക് വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവളുടെ കുറ്റം കൊണ്ടാണ്, ഇവൾക്ക് പുണ്യമൊന്നുമില്ല, ഇവള് വളരെ ഒരു ചീത്ത കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണേ. അപ്പൊ അതുകൊണ്ട് ഇവളെ ഉപേക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ വീട്ടുകാര് സംസാരിക്കണം. അപ്പൊ ഞാൻ നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അവളുടെ കളങ്കങ്ങളൊക്കെ മാറ്റി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയാണ് ഈ മാതാജിയുടെ പേർക്ക്. അപ്പൊ ഉടനെ ഈ പൂജാരി പറയും, നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു, ഭഗവാൻ ഗ്രാൻഡ് ചെയ്തു, അതുകൊണ്ടാണ് ഈ പൂ താഴേക്ക് വീണത് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ മാതാജി വളരെ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചതിനെ നിക്കണം. അപ്പൊ ഈ പൂജാരി ഈ പൂ എടുത്തിട്ട് പറയാണ്, ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇത് കഴുകണം, ഈ പൂ കഴുകിയിട്ട് ആ വെള്ളം നിങ്ങളുടെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കാൻ പറയും, മകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ പറയും. അങ്ങനെ ഈ സ്ത്രീ ഇത് ചെയ്തു. ഈ പൂ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോയി. എല്ലാരും ഇതിനെപ്പറ്റി മറന്നുപോയി, പൂജാരി എല്ലാം മറന്നുപോയി. അതിന് വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം, 1 വർഷത്തിന് ശേഷം ഈ സ്ത്രീ തിരിച്ചു വന്നപ്പോ അവരുടെ കൂടെ മരുമകനുണ്ട്, മകളുണ്ട്, ചെറിയൊരു കുട്ടിയുണ്ട്, അവർക്കൊരു പേരക്കുട്ടി ഉണ്ടായി. അപ്പൊ ഈ സ്ത്രീ വന്നിട്ട് പറയാണ്, ഞാൻ ആ വെള്ളം എന്റെ മകൾക്ക് കുടിക്കാൻ കൊടുത്തു. അപ്പൊ കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഇങ്ങനെ മോള് ഗർഭിണിയായി. അപ്പൊ ആ കുട്ടിക്ക് ഞങ്ങള് പേരിട്ടിരിക്കുന്നത് പ്രഹ്ലാദ് എന്നാണെന്ന് പറയാണ്. അങ്ങനെ ഈ കുട്ടീനെ കൊണ്ടുവന്ന് അവര് വീണ്ടും ഭഗവാന്റെ മുമ്പിൽ നിർത്തി വീണ്ടും ഒരു നല്ലൊരു ആരതിയും പൂജയൊക്കെ ചെയ്തിട്ട് അവര് സന്തോഷത്തോടെ തിരിച്ചു പോയെന്ന് പറയണം. പിന്നെ ഒരു ദിവസം ഒരു കല്യാണി ദാസി എന്ന് പറയുന്ന ഒരു മാതാജിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ആ പെൺകുട്ടികള് പ്രതിഭയും അനുഭയും 2 പേരുടെ പേരുകളാണ്. അപ്പൊ ഈ കല്യാണിദാസിയുടെ ഈ 2 മക്കളും വിവാഹിതരായിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോയി. അപ്പൊ മൂത്ത കുട്ടി പ്രതിഭയുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന ഇയാൾ ഇങ്ങനെ കോമ സ്റ്റേജിലേക്ക് ആയി പോവാണ്. അപ്പൊ ഈ എല്ലാ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഡോക്ടർമാരും ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ അനുഭ എന്ന് പറയുന്ന കുട്ടിക്ക് വളരെയധികം നരസിംഹ ഭഗവാനോട് വിശ്വാസമുള്ള ആളായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്റെ സഹോദരിയുടെ ഭർത്താവിനെ രക്ഷിക്കണം, അങ്ങേക്ക് സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമത്തോടു കൂടി ഇവര് ഉറങ്ങാൻ കിടക്കാണ്. അപ്പൊ രാത്രി നരസിംഹ ഭഗവാൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, നിന്റെ സഹോദരി ഭർത്താവിന്റെ അസുഖം എല്ലാം മാറി, അയാൾ ഇപ്പോ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുക എന്ന് പറയും. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിട്ട് ഈ കുട്ടി ഇങ്ങനെ സഹോദരിനെ വിളിച്ച് ചോദിക്കാണ്. അപ്പൊ രാത്രി ഇങ്ങനെ ഒരു ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഇയാളുടെ നില ഇങ്ങനെ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് ഒരു പുരോഗതി ഇയാളുടെ ആരോഗ്യത്തിൽ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഓക്സിജനും അതുപോലെയുള്ള മറ്റുള്ള ഈ സലൈൻ ഡ്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം മാറ്റി ഡോക്ടർമാര്. പെട്ടെന്ന് തന്നെ ഇയാള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ 1-2 പാസ്റ്റ് ടൈംസ് പഞ്ചഗാംഗരി പ്രഭു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരാള് ഈ ഗ്രാമത്തിൽ നടന്ന കഥയാണ്. അപ്പൊ അയാളുടെ ആസിഡ് അറ്റാക്കിൽ ഇയാളുടെ കണ്ണും മുഖവും എല്ലാം പൊള്ളിപ്പോയി. അപ്പൊ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയി, മറ്റേ കണ്ണിന് 10% കാഴ്ചയുള്ളൂ.
പക്ഷെ അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഈ കണ്ണിന്റെ കാഴ്ചയും വളരെ താമസിയാതെ തന്നെ നഷ്ടപ്പെടും. ഈ 10% കാഴ്ചയും വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും എന്ന് പറയാണ്. അങ്ങനെ അവര് ആരോ പറഞ്ഞത് കേട്ടിട്ട് നരസിംഹ ഭഗവാനെ അവര് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നരസിംഹ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചത് ഇയാളുടെ കണ്ണിന് കാഴ്ച കിട്ടണമെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഈ ഡോക്ടർമാർക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ട് ഇവര് പറയാണ് ഈ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും എന്ന് പറയാണ്. അപ്പൊ അതിന് 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡോക്ടർമാര് ഭയങ്കര അത്ഭുതത്തോടെ വന്നിട്ട് പറയാണ് ആ 2 കണ്ണും ഒരേപോലെ റെഡിയായി. കാരണം ആ ഒരു കണ്ണിന്റെ കാഴ്ച മൊത്തം പോയി, മറ്റേ കണ്ണിന് 10% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത്ഭുതകരമായിട്ട് 2 കണ്ണിനും കാഴ്ച തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവര് വന്നിട്ട് ഈ ഡോക്ടർമാര് വന്നിട്ട് പറയാണ്. അപ്പൊ നരസിംഹ ഭഗവാൻ അത്രയ്ക്ക് ഉഗ്ര രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഭഗവാൻ അത്രയ്ക്ക് കരുണയുള്ള ആളാണ്. കാരണം ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ്? മായാപൂരാണ്, നവദ്വീപിലാണ്. അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് ഔദാര്യ രൂപത്തിലാണ് നരസിംഹ ഭഗവാൻ ഉഗ്രരൂപിയാണെങ്കിലും അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒരു നമ്മുടെ മായാപൂരിലെ നമുക്കിങ്ങനെ ഈ ബ്രഹ്മചാരി ആശ്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ബ്രഹ്മചാരി ആവാനായിട്ട് ഉള്ളൊരു കുട്ടിയുടെ അച്ഛന് ഭയങ്കര എതിർപ്പാണ്. എന്തിനാണ് നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത്? രാധാമാധവ് ഉള്ളപ്പോ എന്തിനാണ് നരസിംഹ ഭഗവാനെ സെപ്പറേറ്റ്ലി പൂജിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ആർഗ്യുമെന്റ് നടത്താണ് ഈ കുട്ടിയുടെ അച്ഛനും കുട്ടിയും തമ്മിൽ. അപ്പൊ ഈ കുട്ടി പറയാണ് രാധാമാധവും നരസിംഹ ഭഗവാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേപോലെ ഒരേ രൂപമാണ് എന്ന് പറയുമ്പോ ഈ അച്ഛൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ദിവസം നരസിംഹ ചതുർദശിയുടെ സമയത്ത് 2003 ഈ കുട്ടി ഈ അച്ഛനെയും കൂട്ടിക്കൊണ്ട് മായാപൂർ ചന്ദ്രോദയ മന്ദിറിൽ വരികയാണ്. അപ്പൊ അങ്ങനെ നരസിംഹ ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് ഈ അഭിഷേകം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ സൈഡിലാണ് രാധാമാധവ്. അപ്പൊ അങ്ങനെ അയാൾ നോക്കുമ്പോ രാധാമാധവിനെ നോക്കിയപ്പോ നരസിംഹ ഭഗവാന്റെ മുഖം കൃഷ്ണനിൽ കാണുകയാണ്. അപ്പൊ ഇയാള് പെട്ടെന്ന് ഇതെന്താന്ന് വിചാരിച്ചു തിരിച്ച് നരസിംഹ ഭഗവാനെ നോക്കുമ്പോ അവിടെ മാധവന്റെ രൂപം. നരസിംഹ ഭഗവാന്റെ സ്ഥലത്ത് രാധാമാധവനെ കാണാണ് ഇയാള്. അപ്പൊ ഇയാള് വീണ്ടും തിരിഞ്ഞ് രാധാമാധവനെ നോക്കുമ്പോ വീണ്ടും നരസിംഹ ഭഗവാൻ, തിരിച്ചു നോക്കുമ്പോ ഇവിടെ മാധവ്. അപ്പൊ ഇയാൾക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പൊ ഇയാൾ ഇങ്ങനെ അവിടെ ചെന്നിട്ട് പഞ്ചഗാംഗരി പ്രഭു, അപ്പൊ ഇതൊരു 20 നിമിഷം 20 സെക്കൻഡോളം ഈ ഒരു ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇയാൾ നോക്കുന്ന സമയത്ത് രാധാമാധവനെ നോക്കുകയാണെങ്കിൽ അവിടെ നരസിംഹ ഭഗവാനെ നോക്കുമ്പോ രാധാമാധവ്. അങ്ങനെ ഇതൊരു 20 സെക്കൻഡോളം ഇങ്ങനെ നീണ്ടു നിന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ മകനോട് പറയുന്ന സമയത്താണ് പറഞ്ഞത് ഇതൊരു വ്യത്യാസവും ഇല്ല, അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ രാധാമാധവിനും നരസിംഹ ഭഗവാന് യാതൊരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയാണ്. അപ്പൊ അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് പ്രിയപ്പെട്ട ആളാണ് നരസിംഹ ഭഗവാൻ. ഭക്തന്മാരുടെ എല്ലാ വിഘ്നങ്ങളും എല്ലാ തടസ്സങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് വളരെ കാരുണ്യമൂർത്തിയായിട്ട് ഇരിക്കുന്ന ആളാണ് മായാപൂരിലെ ഉഗ്ര നരസിംഹം. അപ്പോ ഇതുകൊണ്ടാണ് നമ്മളുടെ വർഷിപ്പിലെ നമ്മുടെ ആരാധന രീതിയിലേക്ക് പ്രഭുപാദര നരസിംഹ ഭഗവാനെ കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോ ഈ മായാപൂരിലെ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നരസിംഹ ഭഗവാൻ അവിടെ വന്നത്. അപ്പൊ പിന്നീട് അത് നമ്മളുടെ ഭക്തന്മാരുടെ ഹരേ കൃഷ്ണയിലുള്ള ഭക്തന്മാരുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെ മാറ്റാൻ, ഭക്തിപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റാനും അവരുടെ ജീവിതം സന്തോഷപൂർണവും ആഹ്ലാദപൂർണവുമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നരസിംഹ ഭഗവാന്റെ ആരതിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെയിലി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പൊ ഇതാണ് മായാപൂർ നരസിംഹ ഭഗവാനെ കുറിച്ചിട്ട്. ഇനി ഒരുപാട് പാസ്റ്റ് ടൈംസ് പറയാനുണ്ട്, പക്ഷെ ഇനി ഒരവസരത്തിൽ നമുക്ക് ഇനി പറയാം. അപ്പോ ഇതാണ് ആക്ച്വലി ഈ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ മായാപൂരിലേക്ക് ഉഗ്ര നരസിംഹ ഭഗവാനെ കൊണ്ടുവന്നതും നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് നരസിംഹ ഭഗവാനെ പ്രഭുപാദർ ഇംപ്ലിമെന്റ് ചെയ്തതും. അപ്പൊ ഇതാണ് മായാപൂരത്തെ നരസിംഹ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്.